ശത്രുവാര് മിത്രമാര് എന്നറിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പോൾ പാകിസ്ഥാൻ. അയൽക്കാരുമായുള്ള അതിർത്തി തർക്കത്തിൽ തുടങ്ങി ഭീകരതയിൽ ഊന്നി വളർന്ന പ്രശ്നത്തിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അവിടെയുള്ള താലിബാൻ ഭരണകൂടമാണ്. ഭീകരരെ ചെല്ലും ചെലവുമൊക്കെ കൊടുത്ത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ എന്നും ഉത്സാഹം കാണിച്ചിട്ടുള്ള പാകിസ്ഥാൻ താലിബാന്റെ തണലിൽ ഇടമുറപ്പിച്ച ഭീകര സംഘടനയായ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന TTPക്ക് നേരെ വിരൽ ചൂണ്ടുകയാണിപ്പോൾ. പാകിസ്ഥാന്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ TTP താലിബാൻ ഭരണകൂടത്തെ താവളമാക്കുന്നു എന്ന് പറഞ്ഞ് കാബൂളിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയപ്പോൾ അത് തങ്ങളുടെ പരമാധികാരത്തിന് നേർക്കായുള്ള ആക്രമണമായി തന്നെ അഫ്ഗാനും കരുതി. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ ഒക്ടോബർ 8 തുടങ്ങിയ സംഘർഷം ഒരുപക്ഷെ പാകിസ്ഥാന്റെ തെറ്റായ കാഴ്ചപ്പാടുകളുടെ പരിണിത ഫലം കൂടിയാണ്. 2021 ജനാധിപത്യ ഭരണകൂടത്തെ താഴെയിറക്കി അഫ്ഗാന്റെ അധികാരത്തിലേക്ക് താലിബാൻ അവരോധിക്കപ്പെട്ടപ്പോൾ ആഹ്ലാദിച്ചവരാണ് പാക് ചാര സംഘടനയായ ISI എന്നോർക്കണം. ഇന്ത്യയോട് എതിർക്കാൻ തങ്ങളുടെ പക്ഷം ചേരാൻ അഫ്ഗാൻ എന്നും കൂടെ കാണുമെന്ന് കരുതിയ പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ പാടെ തെറ്റുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. തങ്ങളുടെ കളിപ്പാവിയായി താലിബാൻ മാറുമെന്ന് കരുതിയ അവർ പിന്നെ കാണുന്നത് സ്വന്തമായൊരു അസ്തിത്വം രൂപപ്പെടുത്തി അധികാര നയം രൂപീകരിക്കുന്ന ഭരണകൂടത്തെയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അയൽക്കാരനല്ല അപ്പുറത്തുള്ളതെന്ന വാസ്തവം അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അതിർത്തിയിൽ അശാന്തി പുകഞ്ഞു തുടങ്ങിയിരുന്നു. പാകിസ്ഥാനിൽ താലിബാൻ വൽക്കരണം ആഗ്രഹിക്കുന്ന TTP ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. പാക് ഭരണത്തിൽ സർവ്വസ്വാതന്ത്ര്യവുമുള്ള സൈന്യത്തെ തന്നെ ലക്ഷ്യമിട്ട് TTP പല ആക്രമണങ്ങൾക്കും പദ്ധതിയിട്ടു. പാക് സർക്കാരിനെ താഴെയിറക്കലാണ് TTPയുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ അതിന്റെ ഉത്തരവാദിത്തം താലിബാന്റെ തലയിൽ കെട്ടിവെച്ചു. TTP അയക്കുന്നത് താലിബാൻ ഭരണകൂടമാണെന്ന ആരോപണം കൂടിയായപ്പോൾ കൊണ്ടും കൊടുത്തും അയൽക്കാരുടെ പോരങ്ങനെ വളർന്നു. അഫ്ഗാനെ അസ്ഥിരപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ നീക്കമായി കണ്ട് ആ ആക്രമണത്തെ താലിബാൻ പ്രതിരോധിക്കുക കൂടിയായതോടെ യുദ്ധം അരികെ എന്ന അവസ്ഥ വന്നു. പാക് സൈനിക മേധാവി അസിം മുനീറിനോട് സൈനികരെ മാത്രം വിടാതെ ധൈര്യമുണ്ടെങ്കിൽ കളത്തിലിറങ്ങി കളിക്കൂ എന്ന TTP കമാൻഡറുടെ വെല്ലുവിളി അവിടെ ഒരു വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമാണെന്ന് ഓർക്കണം. കുനാർ നദിയിൽ ഡാം നിർമ്മിച്ച് പാകിസ്ഥാനെതിരായ പ്രതികാര നടപടിക്ക് താലിബാൻ ഭരണകൂടം തുനിഞ്ഞതും അത്ര പെട്ടെന്നൊന്നും ആറി തണുക്കുന്ന പ്രശ്നമല്ല ഇരു രാജ്യങ്ങൾക്കിടയിൽ എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ്. TTPയെ സംരക്ഷിക്കുന്നത് നിർത്തണമെന്ന് പാകിസ്ഥാൻ താലിബാനോട് ആവശ്യപ്പെടുമ്പോൾ IS ഭീകരരെ പടിക്ക് പുറത്താക്കൂ എന്നാണ് അവർ പാകിസ്ഥാനോട് തിരിച്ചാവശ്യപ്പെടുന്നത്. 2600 കിലോമീറ്റർ നീളമുള്ള ഡ്യൂറൽ ലൈൻ എന്ന അതിർത്തി രേഖയെ ചൊല്ലിയുള്ള കലഹം കലങ്ങി മറിഞ്ഞ് അങ്ങനെ ഭീകരതയെ ചൊല്ലിയുള്ള നേർക്കുനേർ പോരായി മാറിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അഫ്ഗാനിൽ എക്കാലവും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഭരണം നിലനിർത്താനുള്ള ആഗ്രഹവും പിന്നീട് ആ ആഗ്രഹത്തിനേറ്റ പരിക്കും പതനവും പാകിസ്ഥാനെ ചില്ലറയൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തുന്നത്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ അഫ്ഗാൻ നയതന്ത്ര സഹകരണത്തിന് ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാൻ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയാണ്. ഇന്ത്യയോട് ഒരിക്കലും അടുക്കില്ലെന്ന് കരുതിയ താലിബാൻ നേതൃത്വം പുതിയ സൗഹൃദപാത വെട്ടിത്തുറക്കുന്നതും അതുവഴി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നതുമൊക്കെ പാകിസ്ഥാനെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനത്തെ പോലും തങ്ങൾക്കെതിരായ ഗൂഢാലോചനയായി വ്യാഖ്യാനിക്കുന്ന പാകിസ്ഥാന് വിരളി പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അമേരിക്കയുമായും സഹകരണം ആഗ്രഹിക്കുന്ന താലിബാൻ കാബൂളിലെ US എംബസി വീണ്ടും തുറക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വശത്ത് താലിബാന്റെ സഹകരണ നയതന്ത്രവും പാകിസ്ഥാനെ ചൊടിപ്പിക്കുകയാണ്. ഖത്തറും തുർക്കിയും മുൻകൈയെടുത്ത് സമവായത്തിലെത്തിച്ച സംഘർഷം എപ്പോൾ വേണമെങ്കിലും വീണ്ടും പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയിലാണിപ്പോൾ. സമാധാന ചർച്ചകൾ സമവായത്തിൽ എത്തിയില്ലെങ്കിൽ ഇനി തുറന്ന യുദ്ധം എന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നതും ഭീഷണി തന്നെയാണ്. പരിഹാരം തേടുമ്പോൾ പോലും പരസ്പരം പോർ വിളിക്കുന്നത് താൽക്കാലികമായെങ്കിലും ഉയരുന്ന സമാധാന ശ്രമങ്ങളെ തല്ലിക്കെടുത്തുന്നതാണെന്ന് ഇരു രാജ്യങ്ങളും ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.